അമ്മേ, അമ്മ ഈ വീണയൊന്ന് വായിക്കൂ. മോളെ, ഞാൻ അറിയാം, കോളേജിൽ പഠിക്കുമ്പോ ഡാൻസ് മാത്രമല്ല, അമ്മയുടെ വീണയും യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സ്റ്റാർ അട്രാക്ഷൻ ആയിരുന്നു എന്ന്. പക്ഷേ പിന്നീട് അമ്മ വീണ കൈകൊണ്ട് തൊടാതെയായി. അതും അറിയാം. എന്നാലും ഒരാശ, അമ്മ വീണ വായിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. പ്ലീസ്. ഞാൻ എന്തായി കാണണേ? ഏയ്, നിർത്തണ്ട നിർത്തണ്ട. ഞാൻ വെറുതെ അത് തന്നെയാണല്ലോ ഒന്ന് മൂളാൻ പറഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞത്. അത് പിന്നെ കുറച്ച് വാസം ഉണ്ടായിരുന്നു വെക്കുക. ഇതോ പണ്ട് കുട്ടിക്കാലത്ത് കുറച്ചെന്തൊക്കെയോ. ഇക്കണ്ട കാലം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും താൻ, അതും ഞാൻ ഇങ്ങനൊരു സംഗീത ഭ്രാന്തനാണെന്ന് അറിയാമായിരുന്നിട്ടും ഈ കുട്ടി പറഞ്ഞപ്പോ ഞാൻ പരാതി പറഞ്ഞതല്ല. വായിക്ക. അയ്യോ, എനിക്ക് പേടിയാ. പിന്നെ വായിക്കാണ്ടിരുന്ന് വായിച്ചപ്പോ വിരലൊക്കെ പൊട്ടാറായി. എന്നാലും ഈ 17 വർഷക്കാലം താനിത് ഒളിച്ചു വെച്ച് നടന്നല്ലോ. ഞാനൊരു വിഡ്ഢിയാൻ. അറിഞ്ഞത് എത്രയോ തുച്ഛം, അറിയാത്തത് എത്രയോ ഏറെ. റീനെ, റീനേന്ന് വിളിക്കണോ അതോ മീരേന്ന് വിളിക്കണോ? രണ്ടും ആകാം. അതും അല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോളൂ. ചേച്ചിന്നോ? വേണ്ട വേണ്ട. ഒന്നാമത് എനിക്ക് ഇത്ര പ്രായമൊന്നുമില്ല. ഏറിയാലും 1-2 വയസ്സ് മൂത്തത്. അതിന് ഇത്ര വലിയ ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഒരു ഐഡിയ, റീന മീരാന്ന് വിളിക്കാം. പറയാമെന്ന് പറഞ്ഞില്ല. എന്റെ ഫ്രണ്ട്സിനെല്ലാം ഒരു ആഗ്രഹം, സുപ്രസിദ്ധ ഗായിക മീരയെ ഒന്ന് നേരിൽ ജീവനോടെ കാണണം, പരിചയപ്പെടണമെന്ന്. അതിനെന്താ, ഈസി. ഞാൻ വിളിച്ചുകൊണ്ടിരാന്ന് വീമ്പ് പറഞ്ഞു പോയി. ചതിക്കരുത്. വരില്ലാന്ന് പറഞ്ഞ എന്റെ മാനം പോവും. അതിന് വരില്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ വരുന്ന പറഞ്ഞത്? സോറി റീന മീര. ഓഡിറ്റോറിയത്തിനകത്തല്ലേ പ്രോഗ്രാം? അതെ. സൗണ്ട് സിസ്റ്റം നേരത്തെ ടെസ്റ്റ് ചെയ്യണം. എക്കോ ഉണ്ടോ എന്ന് നോക്കണം. എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാം. എന്നാ പിന്നെ ഞങ്ങളൊരു അഡ്വാൻസ് കൊടുക്കണമല്ലോ. കൊടുത്തോളൂ. അയ്യോ, ഞാൻ സാറ് വാങ്ങിച്ചാ മതി. ഗാനമേള നടത്തുന്നത് കുട്ടിയാണ്. അഡ്വാൻസും ബാക്കി തുകയും വാങ്ങേണ്ടത് വേറെ ആരുമല്ല. ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. ഈശ്വര എന്ന് ധ്യാനിച്ചിട്ട് ഐശ്വര്യമായിട്ട് വാങ്ങാം. നന്നായി വരും. ഇതങ്ങ് വാങ്ങ. താനാണല്ലോ ഇപ്പൊ ഈ കുട്ടിയുടെ ലോക്കൽ ഗാർഡിയൻ.
ഓരോ കപ്പ് ചായ എന്താ? ഇപ്പൊ എടുക്കാം. ആ, പ്രോഗ്രാമിന് രാംജി സാറും വരണം. മീരയുടെ ആദ്യത്തെ പ്രോഗ്രാം അല്ലേ? വരാം. സാറിന്റെ പേര് ഞങ്ങൾ നോട്ടീസിൽ വെച്ചോട്ടെ. അതെന്തിനാ? മീരയുടെ പ്രോഗ്രാം അല്ലേ ബുക്ക് ചെയ്തത്? അക്കൂട്ടത്തിൽ എന്റെ പേരെന്തിനാ? എന്നാലും അങ്ങനെയല്ലല്ലോ. എന്താ അങ്ങനെയല്ലാന്ന്? ഞാൻ വരുന്നത് മീരയ്ക്ക് ഒരു മോറൽ സപ്പോർട്ടിന് വേണ്ടിയാ. ബിഹൈൻഡ് ദ കർട്ടൻ. അതിന്റെ ഇടയിൽ എന്റെ പേരോട് ചേർത്തൊരു കച്ചവടം, അത് വേണ്ട. ഒരു കപ്പ് കാപ്പി ഇടണമെങ്കിൽ എത്ര നേരം കാത്തിരിക്കണം? നീലിമേ, മുൻമേ സൂർജ് ഗസ്റ്റ് ഉള്ളത് അറിയില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നാ. ഒരു ഗാനമേള വെറുതെ അല്ല, ഉറുപ്പ്യ 10,000 ആ കുട്ടിക്ക് അവർ എണ്ണി കൊടുത്തത്. അതിനും വേണേ ഒരു ഭാഗ്യം. ഇന്നെന്താ ഒരിടത്ത് തടങ്ങിയിരുന്ന് പലഹാരം തിന്നാന്ന് വെച്ചത്? കളിയും കസർത്തും ഇന്നില്ലേ? ഹലോ, 361195. ശിവേട്ടാ, ഇത് ഞാനാ, നീലിമ. ഇന്ന് വൈകിട്ടൊന്ന് ഫ്രീ ആവോ? എനിക്ക് കുറച്ച് പർച്ചേസിന് പോകാനുണ്ട്. വിൽ യു കം വിത്ത് മീ? ശിവേട്ടന്റെ സെലക്ഷൻ ഒന്നാം തരാന്നാ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ കോംപ്ലിമെന്റ്. പക്ഷെ നീലി ഇന്ന് വയ്യ. വൈ? ഞങ്ങളുടെ അസോസിയേഷന്റെ ആനുവൽ ഡേ ആണ് ഇന്ന്. റീനയാ, ഐ മീൻ മീരയാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാണ് മീര സമ്മതിച്ചത് തന്നെ. അപ്പൊ പിന്നെ ഹോസ്റ്റായിട്ട് ഞാൻ ത്രൂ ഔട്ട് നിന്നില്ലെങ്കിൽ ഹലോ ഹലോ നീലിമേ, ഇന്നൊരു ഫംഗ്ഷന് പോവാൻ ഏറ്റുപോയി. നീലിമയുടെ ശിവേട്ടന്റെ നിർബന്ധ. ഒറ്റയ്ക്ക് പോകാൻ ഒരു മടി. എനിക്കിതൊന്നും ശീലമില്ല. ഒരു കമ്പനിക്ക് വേണ്ടി എന്റെ കൂടെ വരുമോ? അകമ്പടിക്ക് പോയി എനിക്ക് ശീലമില്ല. വെറുതെ കൂടെ വന്നാ മതി. മനസ്സിലായി? അതുകൊണ്ടാണ് ഇല്ലാന്ന് പറഞ്ഞത്. എനിക്ക് വേറെ പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തീരുമാനിച്ച ഒറ്റയ്ക്കല്ലേ? പോകുന്ന ഒറ്റയ്ക്ക് മതി. ബുദ്ധൂസ് നമ്പർ 1. താൻ അത് തന്നെയാ. റീന പെട്ടെന്ന് ഫേമസ് ആയി. കാണാൻ ആൾക്കാർ വരുന്നു. വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത് അച്ഛൻ്റെ അമ്മയുടെ കടമയല്ലേ? അവിടെ ചിലപ്പോൾ പ്രയോറിറ്റീസ് മാറിപ്പോവും. ഇറ്റ്സ് ഓൺലി നാച്ചുറൽ. അതിനിങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാന്ന് വെച്ചാ എനിക്കറിയാം. എന്തറിയാം? ശിവന്റെ പ്രയോറിറ്റീസ് മാറിയിട്ടുണ്ടെന്ന്. ഒരു കിഴക്കിയാൻ പറ്റുന്നാലുണ്ടല്ലോ, ഇങ്ങനെ ആളുകൾ സ്റ്റോപ്പ് ഇടാവോ? നോക്ക്, എനിക്ക് മ്യൂസിക് ഇഷ്ടമാണ്, തനിക്ക് സ്പോർട്സ് ഇഷ്ടമല്ലേ? അതുപോലെ തന്നെ ഇപ്പോ കപിൽ ദേവോ തെണ്ടുൽക്കറോ ഈ വഴി വന്നാ താൻ കൈയും കെട്ടി നോക്കി നിൽക്കുവോ? എക്സൈറ്റഡ് ആയി ചാടി പുറകെ പോവില്ലേ? അതിനർത്ഥം താൻ എന്നെ തഴിഞ്ഞു എന്നാണോ? സില്ലി സില്ലി, സ്റ്റുപ്പിഡ്. അത് തന്നെയാണ് ഞാൻ. ശിവേട്ടൻ പറഞ്ഞതാ ശരി. വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ചുണ്ടാക്കിയാണ്. ബുദ്ധൂസ്. എനിക്ക് അവകാശപ്പെട്ടിടത്ത് അതിഥിയായി വന്ന ഒരാളെ വെറുതെ പേടിക്കേ? ഛേ, തനി കഴുത, ആനമണ്ടി. താനാ കൈ കൊണ്ട് തരിക. മുഖമൊന്നും ചൊളിക്കണ്ട, ഒരൽപ്പം കഴിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ കണക്കാക്കാണ്ട് അകത്തേക്ക് കയറി വരികയും ചെയ്തു. അതിനെ ഇവിടെ ഒരു കാരണമുണ്ട്. താനാ കൈ ഇങ്ങോട്ട് ആടോ. പ്രസ് ക്ലബിൽ നിന്ന് അറിഞ്ഞത് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു. താനാണ് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഓഹോ, തന്നെ സംബന്ധിച്ചതൊരു പുതിയ കാര്യമല്ല, അതിലും വലിയ സന്തോഷം. ഏറ്റവും മികച്ച ഗായിക നമ്മുടെ മീരയാണ്. അതേടോ, ആ കുട്ടിയുടെ ആദ്യത്തെ പാട്ട് നമ്മുടെ പാട്ട്. ആരാ അവിടെ? മീര? ഹലോ. ആ, അതെ അതെ, വർമ്മയാണ്. അറിഞ്ഞു, നമ്മുടെ കവി ഇവിടെ ഉണ്ട്. ആ, ഓക്കെ. താങ്ക് യു. ഓക്കെ. ചെലവ് ഇങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്? ആ, കുട്ടി ഇവിടെ ഉണ്ട്. ആ, അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഇടും. അതെ, മീരയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്. അതെയോ? എനിക്കോ?
Many, many happy returns of the day. Thank you. Hearty congrats for your state award. താങ്ക് യു. Welcome. റീനയ്ക്ക് മാത്രമല്ല മാമനുണ്ട് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ആഹാ. തനിക്കിതെന്തോ മാനിയാണ്. അച്ഛൻ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച ഒരു സിംഗർക്ക് അവാർഡ് കിട്ടിയെന്ന് അറിയുമ്പോൾ ആരായാലും എക്സൈറ്റഡ് ആയി പോകും. എടോ, സത്യത്തിൽ തന്റെ ബർത്ത്ഡേക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ ബുക്ക് വാങ്ങിച്ചത്. അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ വേറൊന്നും ആലോചിക്കാതെ ഞാൻ എടുത്ത് റീനയ്ക്ക് കൊടുത്തു. ഇതൊക്കെ തന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നും ഇതിനൊക്കെ കാരണം റീനയാണെന്നും കരുതിയാൽ ഭയങ്കര ബോറാണ് കേട്ടോ. ഒരു കാര്യം താൻ ആദ്യം വിശ്വസിക്കും. അച്ഛനും അമ്മയ്ക്കും സന്താനം എന്ന് പറയാൻ താൻ ഒരാളേ ഉള്ളൂ. എന്റെ മനസ്സിലും താൻ മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസിഡറേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നോടുണ്ട്. ഇതൊക്കെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചോണ്ട് നടക്കണം എല്ലാവരും. മനുഷ്യനായ കുറച്ച് കോമൺ സെൻസ് ഒക്കെ വേണം. ഇനി ഇങ്ങനെ സില്ലിയായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യില്ലെന്ന് പ്രോമിസ് ചെയ്യേ. സേ പ്രോമിസ്. പ്രോമിസ്. അവാർഡും പത്രത്തിലെ ഫോട്ടോകളും ടെസി സിസ്റ്റർക്ക് അവിടെ മഠത്തിൽ ഉത്തരം മുട്ടി കാണും. പാവം, അതാ ഇങ്ങനൊരു കത്ത്. എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് ഞാനൊന്ന് പോയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ ടെലഗ്രാം വന്നെന്നോ അങ്ങനെ എന്തെങ്കിലും. പോയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം, അത് കഴിഞ്ഞ് കൽക്കത്തയ്ക്ക് എഴുതാൻ പറയും അപർണയ്ക്ക്. ചിലപ്പോ എന്നെയും കൂട്ടി അങ്ങോട്ട് പുറപ്പെടും, നേരിട്ട് വിളിച്ചോണ്ട് വരാൻ. അറിയാലോ സ്വഭാവം. ഞാൻ എന്താ വേണ്ടത്? അത് അമ്മയ്ക്കും അറിയില്ല മോളെ. എല്ലാവരെയും സ്നേഹിക്കാനും വിശ്വസിക്കാനും മാത്രം അറിയാവുന്ന മനുഷ്യൻ എത്ര കാലം എല്ലാം മറച്ചു വെച്ചിങ്ങനെ കഴിയും? സത്യം എന്നായാലും പുറത്തു വരും. അന്ന് ആ മനസ്സ് പിടയുന്നത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാവരുത് എന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെയൊന്നും പറയരുതമ്മേ. നീലിമേ, മുൻവശത്ത് കുറച്ച് ഗസ്റ്റുകളെ അറിയാൻ പാടില്ലേ നിനക്ക്? അവര് റീനയെ ഗാനമേളയ്ക്ക് ബുക്ക് ചെയ്യാൻ വന്നതാ. എയിമെടുക്ക് പഠിക്കുന്ന വിഷയത്തിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ. മുട്ടോളം മുടി, തുമ്പത്തി തുളസിപ്പൂ, നെറ്റി ചന്ദനക്കുറി, ഒന്നിനെയും മുൻകൊടുത്തൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം. പക്ഷെ സോറി, ആ വേഷം എനിക്ക് ചേരില്ല. ഇതാ കണ്ടു, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം അണിഞ്ഞൊരുങ്ങാൻ.